കാണാനും വേണ്ടി ബഹ്റൈനിലെത്തി നമ്മുടെ ഗസ്റ്റിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ബ്ലോഗിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഈ ഒരു ഗസ്റ്റിനെ ഫസ്റ്റ് ടൈം ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. ആരാണെന്നെല്ലാം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ നേരെ പോയത് ബഹ്റൈനിലുള്ള സംഗീത റെസ്റ്റോറന്റിലേക്കായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒത്തിരി റിവ്യൂസ് ഉള്ള ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് ഇവിടേക്ക് വരുന്നത്. മാത്രമല്ല കുറേ നാൾക്ക് ശേഷം, അതായത് നാട്ടിൽ നിന്ന് ഞാൻ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് മസാല ദോശ, നെയ് റോസ്റ്റ്, ഉഴുന്നുവട, ചട്നി എല്ലാം കൂടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നമ്മുടെ ബ്ലോഗ്സ് ഒക്കെ കാണുന്ന എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാം ശരവണഭവനും ഞാനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ശരവണഭവനിൽ പോയി അവരുടെ മസാല ദോശ കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല ഗൈസ്. ബഹ്റൈനിലുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് മസാല ദോശ ട്രൈ ആക്കുന്നത്. നമ്മൾ ഓർഡർ കൊടുത്ത പോലെ മസാല, നെയ് റോസ്റ്റ്, ഉഴുന്നുവട ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞാൻ നേരെ താഴോട്ട് വന്നപ്പോൾ ഞാൻ കുറേ നാളായിട്ട് കഴിക്കണം എന്ന് വിചാരിച്ച 2 സ്വീറ്റ്സ് ആയിരുന്നു ഗൈസ് ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്ത്. ഒന്ന് മൈസൂർ പാക്കും, ഒന്ന് ലഡുവായി. അപ്പോൾ നമ്മൾ ഷുഗർ കട്ട് ആണെങ്കിലും കൊതിനോട് നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ തന്നെ ഓരോന്നും നമ്മൾ പാക്ക് ചെയ്തെടുത്തു. വീട്ടിലെത്താനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ ലഡു എടുത്ത് കഴിച്ചു നോക്കി. ലഡു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. പക്ഷെ മൈസൂർ പാക്ക് ഒരു ആക്ഷൻ ആയിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഗസ്റ്റിനെ കൊണ്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നമുക്കിനി വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.